ഓക്കെ. ഓ, സ്ക്രീൻ കാണാമല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണാമല്ലോ? ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ, ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സലൈവറി ഗ്ലാൻഡ് ഏതായിരിക്കും വരുന്നത്? 4 ഉണ്ട്. അതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന ഏതായിരിക്കും? പരോട്ടിഡ് ഗ്ലാൻഡ് ആയിരിക്കും വരുന്നത് കേട്ടോ. 3 മേജർ സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്. വരുന്നത് എവിടാ വരുന്നത്? ഫേസിന്റെ 2 ഐതർ സൈഡിലായിട്ട്, ഇയറിന് താഴെയായിട്ട്, ഫ്രണ്ടിലായിട്ട്, താഴെ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അതിൽ മേജർ ആയിട്ടുള്ളതിൽ ഏറ്റവും ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് വരുന്നത് പരോട്ടിഡ് ഗ്ലാൻഡ് ആണ് വരുന്നത്. പരോട്ടിഡ് ഗ്ലാൻഡ് ആണ് വരുന്നത്. സ്മോളസ്റ്റ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് സബ്ലിംഗ്വൽ ഗ്ലാൻഡ് ആണ് വരുന്നത്. സബ്ലിംഗ്വൽ ഗ്ലാൻഡ് ആണ് വരുന്നത്. സ്മോളസ്റ്റ് മേജർ സലൈവറി ഗ്ലാൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ് ആണ് വരുന്നത്. ഇനി ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണ് വരുന്നത്? ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ഏതാണ് വരുന്നത്? അറിയോ? ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ഏതാ വരുന്നതെന്ന് അറിയാവോ? ഞാൻ ജനറലി ചോദിച്ചത് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന ഗ്ലാൻഡ് ഏതാണെന്ന് അറിയുവോ? ലിവർ ആണല്ലേ വരുന്നത്. ലിവർ ആണ് വരുന്നത്. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏതാ വരുന്നത്? ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് വരുന്നത്. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് വരുന്നത്. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ലിവർ ആണ് വരുന്നത്. നമ്മുടെ ബോഡിയിലെ തന്നെ ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗനും കൂടാണ് ലിവർ വരുന്നത്. സ്മോളസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാവോ? പീനൽ ഗ്ലാൻഡ് ആണ് വരുന്നത്. ഇത് നമ്മുടെ ഒരു ടൈനി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ബ്രെയിനിലായിട്ട് വരുന്ന ടൈനി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പീനൽ ഗ്ലാൻഡ് എന്ന് പറയും. ബ്രെയിനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ്. ഇതാണ് മെലാറ്റോണിനും സെറാട്ടോണിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെലാറ്റോണിൻ എന്നാ നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്നും വിളിക്കാറുണ്ട്. ഇനി തൈറോയിഡ് ഗ്ലാൻഡ്, ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇതിനെ ആഡംസ് ആപ്പിൾ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ബ്ലഡിനകത്ത് കാൽസ്യം കണ്ടന്റ് കൂടുതലാണെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് അറിയാവോ?
കാൽസിറ്റോണിൻ ആണ്. കാൽസിറ്റോണിൻ ആണ് വരുന്നത്. ഈ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ് വരുന്നത്. ഇത് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺ ആണ് തൈറോക്സിനും കാൽസിറ്റോണിനും വരുന്നത്. തൈറോസിൻ പ്രൊഡക്ഷൻ ആയിട്ട് ഏത് വേണം? അയഡിൻ വേണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അയഡിന്റെ ഡെഫിഷ്യൻസി കൂടെ ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, തൈറോയ്ഡ്സിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം, ക്രിട്ടനിസം. ഓക്കെ, ഇനി തൈറോസിന്റെ ഓവർ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം വരും കേട്ടോ. ഹൈപ്പർ തൈറോയിഡിസം. ഡെഫിഷ്യൻസി മൂലം ഹൈപ്പോ തൈറോയിഡിസം, ക്രിട്ടനിസം. ക്രിട്ടനിസം എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ചിൽഡ്രനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്. മെന്റൽ ആൻഡ് ഫിസിക്കൽ റീറ്റാർഡ്നെസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഇതിനകത്ത് അടുത്തത് pH. സലൈവയുടെ pH എത്ര വരുന്നത്? സലൈവയുടെ pH എത്ര വരുന്നത്? സലൈവയുടെ pH എത്ര വരുന്നേ? സലൈവയുടെ pH വാല്യൂ 6.2 to 7.6 ആണ്. ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു 6.8 വരും കേട്ടോ. സലൈവയുടെ pH വാല്യൂ കറക്റ്റ്. ആവറേജ് എടുക്കുവാണെങ്കിൽ സ്ലൈലി അസിഡിക് നേച്ചർ ആണ്. ആവറേജ് 6.8, 6.2 to 7.6ന്റെ ഇടയ്ക്കാണ് വരുന്നത്. ഇനി വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്കിംഗ് ഡൗൺ മിൽക്ക് ആൻഡ് കേർഡ് ഇൻ ദ സ്റ്റൊമക്ക്? ഏത് എൻസൈമാ മിൽക്കിനെയും കേർഡിനെയും ബ്രേക്ക് ചെയ്യാനായിട്ട് സ്റ്റൊമക്കിൽ സഹായിക്കുന്നത്? ഏത് എൻസൈമാണ് സഹായിക്കുന്നത്? ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഓക്കെ, റെനിനിൻ പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? റെനിനിൻ ആണ് വരുന്നത് കേട്ടോ. റെനിനിനുണ്ട്. മെയിൻ ആയിട്ടും മിൽക്കിന്റെ ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറയുന്ന ഏതാണ്? റെനിനിൻ ആണ്. അതിനെ കൈമോസിൻ എന്നും പറയാറുണ്ട്. CHYMOSIN, കൈമോസിൻ എന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ പെപ്സിനും ഉണ്ട്. പെപ്സിൻ കുറച്ചൊക്കെ സഹായിക്കും. പക്ഷേ പെപ്സിൻ എന്ന് പറയുന്നത് ഏതൊക്കെയാ വരുന്നത്? പെപ്സിൻ അഡൽട്ടിന്റെ സ്റ്റൊമക്കില് മിൽക്കിനെയും പ്രോട്ടീനെയും കേർഡിനെയും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നതാണ് പെപ്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറ്റി പറയുവാണെങ്കിലോ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറ്റി പറയുവാണെങ്കിൽ ഡൈജഷൻ മെയിൻ ആയിട്ട് നടക്കുന്ന 4 സ്റ്റേജ് വഴിയായിരിക്കും. ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫുഡ് വായിലോട്ട് വെച്ച് കൊടുക്കത്തില്ലേ, ഫുഡ് ടേക്കിംഗ് ഇൻ ടു ദ മൗത്ത്, ആ പ്രോസസ്സിനെയാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നോൺ അബ്സോർബിൾ ഫോമിലായിരിക്കുന്ന ഫുഡിനെ ഒരു അബ്സോർബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ദെൻ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഈ ഡൈജസ്റ്റഡ് ഫുഡിനെ ബ്ലഡിലോട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഇജക്ഷൻ അല്ലെങ്കിൽ ഡെവിക്കേഷൻ എന്ന് പറയും. ഡെവിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് കാണും, അതിനെ ലാർജ് ഇൻറ്റസ്റ്റൈൻ വഴി എത്തിക്കുന്ന ആ പ്രോസസ്സ്, ഇജക്ട് ചെയ്ത് വിടുന്ന ആ പ്രോസസ്സ് പീസസ് ആയിട്ട് ഇജക്ട് ചെയ്ത് വിടും. അതിനെയാണ് ഇജക്ഷൻ അല്ലെങ്കിൽ ഡെവിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ എയറിന്റെ കാര്യം പറഞ്ഞ പോലെ, ബ്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡൈജഷൻ ഉണ്ട്. എങ്ങനെ ആയിരിക്കും പോകുന്നത്? മൗത്തിൽ നിന്ന് ഫാരൻസി വരും. ഫാരൻസിയിൽ തന്നെ ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ് എന്ന് പറയും. അതുവഴി എങ്ങോട്ട് പോകും? സ്റ്റൊമക്കിലോട്ട് വരും. സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരും. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വരും. എന്നിട്ടത് വേസ്റ്റ് പ്രൊഡക്റ്റ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ളതിനെ
ഏനസ് വഴി റിമൂവ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഡൈജഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും? സ്റ്റൊമക്കിൽ വെച്ചിട്ടായിരിക്കും. സ്റ്റൊമക്കിൽ എന്നാ ആയിരിക്കും? സെലൈവറി ഗ്ലാൻസ് ഉണ്ട്, അത് സലൈവ സെക്രീറ്റ് ചെയ്യും. സലൈവ സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കും, ഇതുമായിട്ട് മിക്സ് ചെയ്യും. അതുപോലെ തന്നെ സലൈവയ്ക്കകത്ത് തന്നെ ആയിരിക്കും ലൈസോസൈം കാണും കേട്ടോ. ലൈസോസൈം ഉണ്ട്, നമ്മുടെ ടിയേഴ്സിൽ പ്രസന്റ് ആയിരിക്കുന്നതുണ്ട്. ആക്റ്റീവ് ബാക്ടീരിയൻ പ്രസന്റ് എൻസൈം ആണ് കേട്ടോ വരുന്നത്. 2 എൻസൈം ഉണ്ട് സലൈവയ്ക്കകത്ത് വരുന്നത്. വേറെ 2 ഉണ്ട്. ടയാലിൻ അല്ലെങ്കിൽ അമിലൈസ് എന്ന് പറയും. ദെൻ മാൾട്ടൈസും ഉണ്ട്. ഇതെല്ലാം ആയിട്ട് മിസ്സാകും. പിന്നെ അവിടുന്ന് തന്നെ എടുക്കും, അവിടുന്ന് ഇത് ഈസോഫാഗസിലോട്ട് വരും. ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലോട്ട് എത്തും. അപ്പൊ ഈ സ്റ്റൊമക്കിലോട്ട് പോകുമ്പോൾ ഈസോഫാഗസ് എന്ന് പറയുന്ന ഒരു ചെറിയ പൈപ്പാ വരുന്നത്. അപ്പൊ അതിനകത്തൂടെ ഒരു എങ്ങനെ ആയിരിക്കും? ഞെങ്ങി ഞെരുങ്ങി ആയിരിക്കും പോകുന്നത്. അപ്പൊ നമ്മളിത് പറയുമ്പോൾ ഈസോഫാഗസിൽ കൂടെ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ഫുഡിന് സംഭവിക്കും. അതായത് ഹാർഡായി കിട്ടിയിരിക്കുന്ന ഫുഡ് ഈസോഫാഗസിൽ കൂടെ അഴുങ്ങി പോകുമ്പോഴത്തേന് എന്നെ എടുക്കും, അതൊന്ന് സോഫ്റ്റ് ആവും, സോഫ്റ്റ് ആയിട്ട് മാറും. ഈ വേവ് ലൈക്ക് മൂവ്മെന്റിനെയാണ് നമ്മൾ പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്നത്. പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്നായിരിക്കും പിന്നെ? ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഗ്യാസ്ട്രിക് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യും. അത് എങ്ങനായിരിക്കും? അസിഡിക് നേച്ചർ ആയിരിക്കും വരുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെ ഫുഡ് തന്നെ എടുക്കും. ഫുഡ് പിന്നെ അസിഡിക് നേച്ചർ ആയിട്ട് മാറും, അസിഡിക് ആയിട്ട് മാറും. ഇവിടുന്ന് തന്നെ എടുക്കും, ഇവിടുന്ന് നേരെ ഈ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ വെച്ചിട്ട് ഈ പെപ്സിനും റെന്നിനും ഒക്കെ വരും. അസിഡിക് നേച്ചർ ആണ് വരുന്നത്. റെന്നെയാണ് കൈമോസിൻ എന്ന് പറയുന്നത്. ഇതാണ് ഏത് മിൽക്കിന്റെ കേർഡിന്റെ ബ്രേക്ക് ഡൗണിന് സഹായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്ന സ്മോൾ ഇൻഡസ്ട്രെയിൻ. സ്മോൾ ഇൻഡസ്ട്രെയിനിൽ എങ്ങനെ ആയിരിക്കും? സ്മോൾ ഇൻഡസ്ട്രീനെ 3ആയിട്ട് തിരിക്കാം. അവിടെ കയറുന്ന പോർഷൻ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീന്റെ സ്റ്റാർട്ടിങ് ഇത് ഡിയോഡിനം, ദെൻ ജെജിനം, ഇല്ലിയം, ഈ 3 ആയിരിക്കും വരുന്നത്. ഡിയോഡിനത്തിൽ വന്നിട്ട് എന്നെ എടുക്കും? ബൈൽ ജ്യൂസ്, ലിവറിൽ നിന്ന് സെക്രീറ്റ് ചെയ്ത ബൈൽ ജ്യൂസ് ഫുഡുമായിട്ട് മിക്സ് ചെയ്യും. ബൈൽ ജ്യൂസ് ആൽക്കലൈൻ ആണ്. ഫുഡ് അങ്ങനെ ആൽക്കലൈൻ നേച്ചർ ആവും, ആൽക്കലൈൻ നേച്ചർ ആവും. അതിനുശേഷം എൻസൈംസ് ഒന്നും തന്നെ ഇല്ല. അത് കഴിഞ്ഞിട്ട് പാൻക്രിയാറ്റിക് ജ്യൂസുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യും. പാൻക്രിയാറ്റിക് ജ്യൂസുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യും. പിന്നെ ഇൻഡസ്ട്രൈനൽ ജ്യൂസ് ഉണ്ട്. ഇൻഡസ്ട്രൈനൽ വോളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് മാൾട്ടേഴ്സ്, സൂക്രേസ്, ലാക്ടേസ്, അങ്ങനെ കുറെ എൻസൈംസ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ആയിട്ട് തന്നെ എടുക്കും, മിക്സ് ചെയ്യും. ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെ എടുക്കും ഈ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് തന്നെ എടുക്കും, അബ്സോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഡൈജഷൻ കംപ്ലീറ്റ് ആയി എന്നിട്ട് അബ്സോർഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ വോൾസിലായിട്ട് ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇൻഡസ്ട്രൈനൽ വോൾസിലായിട്ട്, സ്മോൾ ഇൻഡസ്ട്രൈൻ്റെ വോൾസിലായിട്ട് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വില്ലി എന്ന് പറയുന്നത്. അപ്പം വില്ലി വഴിയായിരിക്കും ഫുഡിന്റെ അബ്സോർഷൻ നടക്കുന്നത്. ഇനി സ്മോൾ ഇൻഡസ്ട്രൈനിൽ വെച്ച് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് കാണും. ആ ഫുഡ് ലാർജ് ഇൻഡസ്ട്രൈനിലോട്ട് പോകും. അവിടെ വെച്ചിട്ട് എന്നെ എടുക്കും? ഫുഡിനെ അബ്സോർഷൻ നടന്നു. ഇനി ബാക്കിയുള്ള വാട്ടറിനെ അബ്സോർവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്നെ എടുക്കും? ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് റക്റ്റം വഴി എന്നെ എടുക്കും? റക്റ്റത്തിലോട്ട് സെൻഡ് ചെയ്യും. അവിടുന്ന് ആനസ് വഴി ഇജക്ട് ചെയ്ത്, ഫീസസ് ആയിട്ട് ഇജക്ട് ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നത്. ഒരു മാനിന്റെ ആവറേജ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ലെങ്ത് എത്രയാണെന്നറിയാവോ? 9 മീറ്റർ ആയിരിക്കും വരുന്നത്. ഓക്കെ, വെയിറ്റ് ലോസ് സർജറിക്ക് പറയുന്ന പേര് എന്നാണെന്നറിയാവോ? മെറ്റാബോളിക് സർജറി അല്ലെങ്കിൽ ബൈറിയാട്രിക് സർജറി, അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ. മെറ്റാബോളിക് സർജറി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബൈറിയാട്രിക് സർജറി എന്നാണ് പറയുന്നതെന്നേ. ഓക്കെ, ബരിയാട്രിക് സർജറി എന്നാ പറയുന്നത്. BARIATRIC കേട്ടോ. അങ്ങനെ ഒരു പേരും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് വരുന്നത്. ദെൻ വിച്ച് എൻസൈം ഈസ്, അത് നമ്മൾ ചെയ്തു. അടുത്തത് സി ഷേപ്ഡ് ഓർഗൻ ഏതാ വരുന്നത്? സി ഷേപ്ഡ് ഓർഗൻ ഞാൻ ഇപ്പൊ പറഞ്ഞതാ. സി ഷേപ്ഡ് ഓർഗൻ ഏതാ വരുന്നത്? ഡിയോഡിനം ആണല്ലേ വരുന്നത്. ലിപ്പേസിന്റെ ഫംഗ്ഷൻ എന്നാ പിള്ളേരെ വരുന്നത്? ലിപ്പേസ് എവിടാ വരുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസിൽ വരുന്നതാണ് ലിപ്പേസ് എന്ന് പറയുന്നത്. ലിപ്പേഴ്സിന്റെ ഫംഗ്ഷൻ എന്നാ വരുന്നത്?
ലിപ്പേസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാവോ? എമൽസിഫൈഡ് എമൽസിഫൈഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ അബ്സോർവ് ചെയ്യുന്ന ആ രീതിക്ക് പറയുന്നതാണ്. ആ എമൽസിഫൈഡ് ഫാറ്റിനെ ഗ്ലിസറിനും ഫാറ്റി ആസിഡും ആയിട്ട് കൺവേർട്ട് ചെയ്യും. എമൽസിഫൈഡ് ഫാറ്റിനെ ഗ്ലിസറിനും ഫാറ്റി ആസിഡും ആയിട്ട് ലിപ്പേഴ്സ് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ അമിലേസ് ഉണ്ട്. അമിലേസ് ആണെങ്കിൽ സ്റ്റാർച്ചിനെ സോലുബിൾ ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ട്രിപ്സിനാണെങ്കിൽ പ്രോട്ടീനും പെപ്റ്റോൺസും ഉണ്ട്. അതിനെ പോളിപെപ്റ്റൈഡും അമിനോ ആസിഡും ആയിട്ട് കൺവേർട്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ലിവറിനെ പറ്റിയുള്ള സ്റ്റഡി എന്നാ? ലിവറിനെ പറ്റിയുള്ള സ്റ്റഡി എന്നാ? ലിവറിനെ പറ്റിയുള്ള സ്റ്റഡി എന്നാ വരുന്നത്? ലിവറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഏത് വരുന്നത്? ലിവറിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഹെപ്പറ്റോളജി വരുന്നത് കേട്ടോ. ബോഡിയുടെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നതാണ്. ഡാർക്ക് ബ്രൗൺ കളറാണ് ലിവർ വരുന്നത്. ഹെപ്പർ എന്ന് വെച്ചാൽ ലിവർ എന്നാണ് അതിന്റെ ആൻഷ്യന്റ് ആൻഷ്യന്റ് നെയിമിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ലിവറിനെ പറ്റിയുള്ള സ്റ്റഡി ഹെപ്പറ്റോളജി വരും. ഓക്കെ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ഗ്ലൈക്കോജൻ ആയിട്ടായിരിക്കും നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഹ്യൂമൻ ബോഡിയിലെ ഹെവിയസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് ലിവർ ആണ് വരുന്നത്. നമ്മുടെ ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ ആണ് വരുന്നത്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി ലിവർ ആണ് വരുന്നത്. ഹ്യൂമൻ ബോഡിയുടെ കെമിക്കൽ ലാബ് എന്നും ഈ പറയുന്ന ലിവറിനെ അറിയപ്പെടാറുണ്ട് കേട്ടോ. ഇനി ന്യൂ സെൽസ്, ലിവർ മാറ്റിവെച്ച് ശസ്ത്രക്രിയ, അത് എക്സിസ്റ്റിംഗ് വണ്ണിൽ നിന്ന് ന്യൂ സെൽസിനെ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ലിവറിന് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലിവർ മാറ്റിവെക്കൽ അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി. പിന്നെ എന്നാ എടുക്കും? ബൈൽ ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യും. ബൈൽ ജ്യൂസ് മിക്സ് ആവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബൈൽ ജ്യൂസ് ഗാൾഡ് ബ്ലാഡറിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു പിയർ ഷേപ്ഡ് ഓർഗൻ ആണ് വരുന്നത് കേട്ടോ, ഗാൾഡ് ബ്ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് വരുന്ന മെയിൻ ആയിട്ടുള്ള അസുഖങ്ങൾ ഏതൊക്കെയാ? ജോണ്ടിസ്, സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ് ഒക്കെയാണ് വരുന്നത്. അടുത്തത് പിയർ ഷേപ്പ്. അടുത്തതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു. പിയർ ഷേപ്ഡ് ഓർഗൻ ഏതാ? ഹ്യൂമൻ ബോഡിയിലെ പിയർ ഷേപ്ഡ് ഓർഗൻ ഏതാ വരുന്നത്? പിയർ ഷേപ്ഡ് ഓർഗൻ ഏതാണ് വരുന്നത്? ഗാൾഡ് ബ്ലാഡർ ആണ് വരുന്നത്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാ? ലാർജസ്റ്റ് ഗ്ലാൻഡ് ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാ വരുന്നത്? ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഏതാണെന്നറിയാവോ? ലിവർ ആണ് വരുന്നത്, മറക്കരുത് കേട്ടോ. ഓക്കെ, വിച്ച് ഓർഗൻ കണ്ടെയ്ൻ ബീറ്റ സെൽസ് വിച്ച് സെക്രീറ്റ് ഇൻസുലിൻ? ഏതാ? ഐലിഡ്സ് ഓഫ് ലാംഗർഹാൻ ആണ് വരുന്നത് കേട്ടോ. ഐലിഡ്സ് ഓഫ് ലാംഗർഹാൻ എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. ഇതെങ്ങനെയാ വരുന്നത്? ഒരു ഹെട്രോക്ലൈൻ ഗ്ലാൻഡ് ആണ്. കാരണം ഇത് എക്സോക്രൈനും എൻഡോക്രൈനും കൂടെ കൂടി ചേർന്നിട്ടായിരിക്കും. കാരണം ഹോർമോൺസിനെ എൻസൈംസിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ പാൻക്രിയാസിന്റെ പാർട്ടാണ് ഐലിഡ്സ് ഓഫ് ലാംഗർഹാൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആൽഫ സെൽസ് ഉണ്ട്, ബീറ്റ സെൽസ് ഉണ്ട്, ഗാമ സെൽസ് ഉണ്ട്. ആൽഫ സെൽസ് ഗ്ലൂക്കോജനെ പ്രൊഡ്യൂസ് ചെയ്യും, ബീറ്റ സെൽസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഗാമ സെൽസ് സ്റ്റൊമാറ്റോസ്റ്റാറ്റിനെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, ഇൻസുലിൻ ഡെഫിഷ്യൻസി. ഓക്കെ, ആൽഫ ബീറ്റ ഗാമയല്ല, ഡെൽറ്റ സെൽസ് ആണ്. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞു പോയതാ. ആൽഫ ബീറ്റ ഡെൽറ്റ ആണ് വരുന്നത്, ഡെൽറ്റ സെല്ലാണ് വരുന്നത് കേട്ടോ. ഡെൽറ്റ സെല്ലാണ് സ്റ്റൊമാറ്റോസ്റ്റാറ്റിനെ വരുന്നത്. ഡെൽറ്റ സെല്ലാണ് സ്റ്റൊമാറ്റോസ്റ്റാറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മുടെ ബീറ്റ സെൽസ് ആണ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന അസുഖം ഏതാ പിള്ളേരെ? ഡയബറ്റീസ് ആണ് കേട്ടോ. ഡയബറ്റീസ് ആണ് വരുന്നത്. പറയുവാണെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. നമ്മുടെ ജെ ഷേപ്ഡ് ഓർഗൻ ഏതാണെന്നറിയാവോ? ഇംഗ്ലീഷ് ആൽഫബറ്റ് ജെയുടെ ഷേപ്പിലുള്ള ഒരു ഓർഗൻ ഏതാണെന്നറിയാവോ? ഇംഗ്ലീഷ് ആൽഫബറ്റ് ജെയുടെ ഷേപ്പിലുള്ള ഒരു ഓർഗൻ ഏതാണെന്നറിയാവോ?
ഏതാ? സ്റ്റൊമക് ആണ് വരുന്നത്. സ്റ്റൊമക് ആണ് വരുന്നത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയാവോ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ എക്സാമിൻ ചെയ്യാൻ, മെഷർ അല്ല, എക്സാമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയാവോ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ എക്സാമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയാവോ? ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു എക്സാമിൻ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഏതാണെന്നറിയാവോ? എൻഡോസ്കോപ്പ് കേട്ടിട്ടുണ്ടോ? എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനം അകത്തോട്ട് കയറ്റി വിട്ടിട്ട് ചെയ്യുന്ന എൻഡോസ്കോപ്പ് ആണേ. അതുപോലെ തന്നെ നമ്മുടെ ഹെർബിവോറസ് ഉണ്ടല്ലോ, ഹെർബിവോറസ് എന്നാ പറയുന്നത്? ഹെർബിവോറസ് സസ്യബുക്കുകൾ അല്ലേ? അവർക്ക് എങ്ങനെ ആയിരിക്കും വരുന്നത്? ലോങ്ങർ സ്മോൾ ഇൻഡസ്റ്റൈൻ ആയിരിക്കും. സെല്ലുലോസ് വരുമല്ലോ പ്ലാന്റ്സിനകത്ത്. അപ്പൊ ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സ്മോൾ ഇൻഡസ്റ്റൈൻ ലോങ്ങർ ആയിട്ടായിരിക്കും വരുന്നത്. ലോങ്ങർ സ്മോൾ ഇൻഡസ്റ്റൈൻ ആയിരിക്കും വരുന്നത്. അടുത്തത് വിച്ച് കോസസ് ഹൈപ്പോഗ്ലൈസീമിയ. വിച്ച് കോസസ് ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയ ഏതാ? ഏതാ? ലോ ഇൻസുലിൻ സെക്രീഷൻ ആണ്. ഹൈപ്പർ ഗ്ലൈസീമിയ ആണെങ്കിൽ ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ ആയിരിക്കും വരുന്നത്. ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ ആയിരിക്കും ഹൈപ്പർ ഗ്ലൈസീമിയ. ലോ ഇൻസുലിൻ സെക്രീഷൻ. വിച്ച് കോസസ് ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് ഏതാ വരുന്നത്? ഇൻസുലിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇൻസുലിന്റെ ഡെഫിഷ്യൻസി മൂലം ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പൊ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് എങ്ങനെയാ? ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് എന്നാ വരുന്നത്? ഹൈപ്പർ എന്ന് പറഞ്ഞാല് ഹൈ ബ്ലഡ് ഷുഗർ ആയിരിക്കും. അപ്പം ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാല് ലോ ബ്ലഡ് ഷുഗർ ആയിരിക്കും അല്ലേ വരുന്നത്? ആണോ? ആണോ? അങ്ങനാണെങ്കിൽ ഇത് ഏതായിരിക്കും വരുന്നത്? ലോ ബ്ലഡ് ഷുഗർ ആണ് വരുന്നത്. ലോ ബ്ലഡ് ഷുഗർ ആണ് വരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് റേഞ്ചിനെക്കാട്ടിലും കുറവായിരിക്കും നിങ്ങളുടെ ഇൻസുലിന്റെ ലെവല്. അപ്പം ഏത് വരാം? ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. ലോ ഇൻസുലിൻ സെക്രീഷൻ ആണ് വരുന്നത്. മാറിപ്പോകരുതേ. ഗ്ലൂക്കോസ് നമുക്ക് എപ്പോഴും ബോഡിക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് വരുന്നത്. അടുത്തത് വിച്ച് ഈസ് കോൾഡ് ദ വോയിസ് ബോക്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ വോയിസ് ബോക്സ് എന്ന് പറയുന്നത് ഏതാ? ലാരിൻസ് ആണ് അറിയപ്പെടുന്നത്. ലാരിൻസ് ആണ് അറിയപ്പെടുന്നത്. ദെൻ കിഡ്നി. കിഡ്നി എന്ന് വെച്ചിട്ടാണ് പിള്ളേരെ ഉണ്ടാക്കിയിരിക്കുന്നത്. കിഡ്നി എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കിഡ്നി ഈസ് മേഡപ്പ് ഓഫ്. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്നും പറഞ്ഞ് അറിയപ്പെടുന്ന എന്തിനെയാണ്? കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എന്നും പറഞ്ഞ് അറിയപ്പെടുന്ന എന്തിനെയാണ്? ഏതാ വരുന്നത്? നെഫ്രോൺസ് ആണ് അല്ലേ? നെഫ്രോൺസ് ആണ് വരുന്നത്. ആവറേജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഫിൽറ്റേർഡ് ബൈ ദ കിഡ്നി പെർ മിനിറ്റ് ഏതാ വരുന്നത്? ആവറേജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഫിൽറ്റേർഡ് ബൈ ദ കിഡ്നി പെർ മിനിറ്റ്. കിഡ്നി ഏത് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്? ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്? എക്സ്ക്രീറ്ററി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്.
ഓക്കെ, അപ്പം ഏതാ വരുന്നത്? ഏതാ വരുന്നത്? പെർ മിനിറ്റ് വരുന്നത് എത്രയാണെന്നറിയാവോ? 1100 to 1200 ആണ് വരുന്നത് കേട്ടോ. ആവറേജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഫിൽറ്റേർഡ് ബൈ ദ കിഡ്നി പെർ മിനിറ്റ് എന്ന് പറയുന്ന 1100 to 1200 ml ആണ് വരുന്നത്. എക്സ്ക്രീറ്ററി ഓർഗനകത്ത് വരുന്നതാണ്. സ്കിന്നുണ്ട്, ലങ്സ് ഉണ്ട്. ലങ്സ് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടർ വേപ്പറിനെ എക്സ്ക്രീറ്റ് ചെയ്യും. ദെൻ ലിവർ ഉണ്ട്, അമോണിയ യൂറിയ വഴി അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യും. മെയിൻ ആയിട്ടുള്ള ചീഫ് എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്ന കിഡ്നിയാണ് വരുന്നത്. ഫിൽട്ടർ ഓഫ് ദ ബോഡി എന്നാണ് കിഡ്നി അറിയപ്പെടുന്നത്. ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ്. ലെഫ്റ്റും റൈറ്റും ഉണ്ട്. വെയിറ്റ് 150 ഗ്രാം ആയിരിക്കും വരുന്നത്. വൈപ്പർ ഉണ്ടല്ലോ, വൈപ്പർ, പാമ്പ്, വൈപ്പർ. വൈപ്പർ ഏതാ? വൈപ്പർ ഏതാ വരുന്നത്? വൈപ്പർ ഏത് പാമ്പാന്നറിയോ? വൈപ്പർ ഏതാന്നറിയാവോ? വൈപ്പർ ഏതാന്നറിയോ? അണലി. ആ, അണലി. അണലിയുടെ പോയിസൺ എഫക്ട് ചെയ്യുന്നത് കിഡ്നിയാണ് എഫക്ട് ചെയ്യുന്നത്. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ് വരുന്നത്. തൗസൻഡ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തൗസൻഡ്സ് ഓഫ് ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. ദെൻ സ്റ്റഡി നെഫ്രോളജി ആണ് വരുന്നത്. ഇതിന്റെ സർജിക്കൽ റിമൂവലിനെയാണ് നെഫ്രക്ടോമി എന്ന് പറയുന്നത്. കിഡ്നിക്കുണ്ടാകുന്ന ആ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത്. വേൾഡിലെ തന്നെ ആദ്യമേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആദ്യത്തെ ഓർഗൻ എന്ന് പറയുന്ന കിഡ്നിയാണ്. കിഡ്നിയുടെ ഒരു കപ്പ് ഷേപ്ഡ് പാർട്ട് ഉണ്ട്. അതിന് കിഡ്നിയുടെ അല്ല, കിഡ്നിക്കകത്ത് വരുന്ന നെഫ്രോൺസിന് ഒരു കപ്പ് ഷേപ്ഡ് പാർട്ട് ഉണ്ട്. അതിനെയാണ് ബോമൻസ് ക്യാപ്സൂൾ എന്ന് പറയുന്നത്. കിഡ്നിയിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? അൺവാണ്ടഡ് ആയിട്ടുള്ള നൈട്രോജീനിയസ് വേസ്റ്റിനെ യൂറിനേഷൻ വഴി എക്സ്ക്രീറ്റ് ചെയ്തിട്ട് ബ്ലഡ് പ്ലാസ്മയുടെ പ്യൂരിഫിക്കേഷൻ ആണ് കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കിഡ്നി ഉപയോഗിച്ച് കിഡ്നിയുടെ എക്സ്ക്രീറ്ററി ഫങ്ഷൻ ചിലർക്ക് കിഡ്നി ഫെയിൽ ആവും. അങ്ങനെയുള്ള കേസുകളിൽ കിഡ്നി ഉപയോഗിച്ച് എക്സ്ക്രീറ്ററി ഫങ്ഷൻസ് പെർഫോം ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ കിഡ്നി. ഈ സെയിം ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാലിസിസ്. അത് തന്നെ, ഡയാലിസിസ് എന്ന് പറയുന്നത്. കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് എന്നായിരിക്കും? സ്റ്റോൺസ് ആയിരിക്കും. എന്താ വരുന്നത്? അതിന്റെ കാൽസ്യം ഓക്സാലേറ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. കാൽസ്യം ഓക്സാലേറ്റിന്റെ ഇതായിരിക്കും വരുന്നത്. ഓക്കെ, ലാർജസ്റ്റ് ഓർഗൻ ഏതാ? ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ ഏതാ വരുന്നത്? ഏതാ വരുന്നത്? സ്കിൻ ആയിരിക്കും അല്ലെ? സ്കിൻ ആയിരിക്കും വരുന്നത്. ദെൻ ഹ്യൂമൻ സ്കള്ള് നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ ഹ്യൂമൻ സ്കള്ളിനകത്ത് എത്ര ബോൺസ് ഉണ്ട്? സ്കള്ളിനകത്ത് എത്ര ബോൺസാ ഉള്ളത്? എത്ര എണ്ണമാണെന്നറിയാവോ? 22 എണ്ണം ഉണ്ട്. 8 ക്രേനിയൽ ബോണും 14 ഫേഷ്യൽ ബോണും ആയിരിക്കും വരുന്നത്. 22 ബോൺസ് ആണ്. 8 ക്രേനിയൽ ബോണും 14 ഫേഷ്യൽ ബോണും ആണ് വരുന്നത്. സ്മോളസ്റ്റ് ബോൺ ഏതാ? ഹ്യൂമൻ ബോഡിയിലെ സ്മോളസ്റ്റ് ബോൺ ഏതാ? ഏതാ? ചെവിക്കകത്ത് വരുന്ന സ്റ്റേപ്സ് ആണ് അല്ലേ? ഏറ്റവും ഇതായിട്ട് വരുന്നത് ചെവിയുടെ ഇന്നർ ആയിട്ട് വരുന്ന സ്റ്റേപ്സ് ആണ് വരുന്നത്. ഇനി ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡാ? ലാക്രിമൽ ഗ്ലാൻഡ് ആണ് വരുന്നത് കേട്ടോ. ടിയേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത് ലാക്രിമൽ ഗ്ലാൻഡ് ആണ്.
ടിയേഴ്സ് സെക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ പിഗ്മെന്റ് ദാറ്റ് ഗീവ്സ് ഹ്യൂമൻ സ്കിൻ, ഹെയർ ആൻഡ് ഐസ്. ഹെയർ, ഐസ്, ഇത് ഏതായിരിക്കും? ഏത് പിഗ്മെന്റ് ആണ് കളർ കൊടുക്കുന്നത്? ഏതാ? മെലാനിൻ ആണല്ലേ? മെലാനിൻ ആണ് വരുന്നത്. ഇനി പീനൽ ഗ്ലാൻഡ് എവിടാ ലൊക്കേറ്റ് ചെയ്യുന്നത്? പീനൽ ഗ്ലാൻഡ് എവിടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? പീനൽ ഗ്ലാൻഡ് എന്നാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പീനൽ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടാ? പീനൽ ഗ്ലാൻഡിന്റെ ഫങ്ഷൻ എന്നാ വരുന്നത്? ബോഡി സ്ലീപ്പ് വോക്ക് സൈക്കിളിനെ ഇതാക്കാനായിട്ടുള്ളതാണ്. ബോഡിയുടെ സ്ലീപ്പ് വോക്ക് സൈക്കിൾ ഉണ്ടല്ലോ, അതിനെ ഇതാക്കാനായിട്ടുള്ളതാണ്. ഏതാ വരുന്നത്? എവിടാ പീനൽ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മുമ്പേ ഞാൻ പറഞ്ഞതല്ലേ, പീനൽ ഗ്ലാൻഡ് എന്നാണ്, എന്തോ ഇതിനെ പേരൊക്കെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എവിടാ വരുന്നത്? ഓപ്ഷനകത്തില്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ പറയാം. എവിടാ വരുന്നത്? പീനൽ ഗ്ലാൻഡ് എവിടാ വരുന്നത്? എവിടാ പീനൽ ഗ്ലാൻഡ് വരുന്നത്? പീനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പൈനൽ ഗ്ലാൻഡ് എന്നും പറയാറുണ്ട്. എവിടാ വരുന്നത്? ബ്രെയിനിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതാണല്ലേ? ബ്രെയിനിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതാണ്. എവിടാ വരുന്നത്? ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയാറുണ്ട്. പിന്നെ പ്രത്യേകത എന്നാ? സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ് വരുന്നത്. ബ്രെയിനിന്റെ ഏത് പാർട്ടിലായിട്ടായിരിക്കും വരുന്നത്? രണ്ട് സെറിബൽ ഹെമിസ്ഫിയേഴ്സിന് ഇതായിട്ട് മിഡ് ലൈൻ ഉണ്ട്, അവിടെ ആയിട്ടായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് പറയുവാണെങ്കിൽ എവിടെ പറയാം? എപ്പിതലാമസ്. ബ്രെയിനിന്റെ സെൻട്രലായിട്ട് എപ്പിതലാമസിന്റെ അവിടെ ആയിട്ടായിരിക്കും പീനൽ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ എപ്പിതലാമസ് റീജിയനിലായിട്ടായിരിക്കും വരുന്നത്. സെറിബെല്ലത്തിന് കുറച്ച് മേളിലായിട്ട്, തലാമസിന്റെ പുറകിലായിട്ടായിരിക്കും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഏത് വാൽവാ? നമ്മുടെ ഇതിനകത്തെ വാൽവ് അല്ലാത്ത ഏതാണ്? ഹാർട്ടിന്റെ വാൽവ് അല്ലാത്തത് ഏതാണ്? ഹാർട്ടിന്റെ വാൽവ് അല്ലാത്തത് ഏതാണ്? സെപ്റ്റം ആണല്ലേ വരുന്നത്. ഹാർട്ടിന്റെ വാൽവ് അല്ലാത്തത് സെപ്റ്റം ആണ് വരുന്നത്. ഹാർട്ടിന്റെ വാൽവ് അല്ലാത്തത് സെപ്റ്റം ആണ് വരുന്നത്. ഹാർട്ട് ഹാർട്ട് എന്ന് പറയുന്നത് എന്തിനകത്ത് വരുന്നതാണ്? സർക്കുലേറ്ററി ഓർഗന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻ ആണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ട് എന്ന് പറയുന്നത്, ഹാർട്ടിനെ പറ്റിയുള്ള സ്റ്റഡി കാർഡിയോളജി വരും അല്ലെ? കാർഡിയോളജി വരും. ഏകദേശം എത്ര ആയിരിക്കും? നമ്മുടെ ഒരു 200 to 300 ഗ്രാം അല്ലെങ്കിൽ 250 to 300 ഗ്രാം ആയിരിക്കും വരുന്നത്. ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷന് സഹായിക്കുന്നതായിരിക്കും. ക്യാൻസർ അഫക്റ്റ് ചെയ്യാത്ത ബോഡിയിലെ ഒരേ ഒരു ഓർഗൻ ആയിരിക്കും ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ് എത്ര ആയിരിക്കും? ഒരു റെസ്റ്റ്ലെസ് ഓർഗൻ ആയിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോഴും അത് അടിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ആ ബീറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോകും അല്ലേ? ഇതായിരിക്കും 720 പെർ മിനിറ്റ് ആണ് വരുന്നത്. ഇനി ഇതിനെ കവർ ചെയ്ത് വരുന്ന ഒരു ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, അതിനെ പെരികാർഡിയം എന്ന് പറയും. ഈ പെരികാർഡിയം ഒരു ഫ്ലൂയിഡ് വെച്ച് ഫില്ലായിരിക്കും. പെരികാർഡിയത്തിന്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഹാർട്ടിൽ വരുന്ന നെർവ് ഫൈബേഴ്സ് ആണ് പർക്കിൻജി ഫൈബേഴ്സ് എന്ന് പറയും കേട്ടോ. ഇനി ദെൻ നോക്കുവാണെങ്കിൽ 4 ചാമ്പർ ഉണ്ട്, 2 ഓറിക്കിൾ ഉണ്ട്, രണ്ട് ഓറിക്കിളും ഉണ്ട്. ഓറിക്കിൾ എന്ന് പറയുന്ന അപ്പർ അല്ലെങ്കിൽ ഏർട്രിയം എന്ന് പറയും. രണ്ടും എവിടെ ആയിരിക്കും? അപ്പർ പോർഷനിലായിട്ടായിരിക്കും. ലോവർ പോർഷനിൽ വരുന്നതാണ് ഓറിക്കിൾ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ചാമ്പേഴ്സ് എപ്പോഴും പ്യുവർ ബ്ലഡ് ആയിരിക്കും, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആയിരിക്കും. റൈറ്റ് ചാമ്പേഴ്സ് ഇംപ്യൂർ ബ്ലഡിനെ ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. ലെഫ്റ്റ് ഓറിക്കിളിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇടയ്ക്കായിട്ട് ബൈകസ്പിഡ് വാൽവ് ഉണ്ട്. റൈറ്റ് ഓറിക്കിളിന്റെ റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിലായിട്ട് ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്. ഓക്കെ, ഇനി പറയുവാണെങ്കിൽ ഇതിന്റെ ഫ്ലോ എങ്ങനെ ആയിരിക്കും വരുന്നത്?
ഫ്ലോ നോക്കുവാണെങ്കിൽ സുപ്പീരിയർ വീനക്കാവ ബോഡിയുടെ ഹയർ പാർട്സിൽ നിന്ന്, അതായത് ഹാർട്ടിന് മേളിൽ ഇരിക്കുന്ന പാർട്ടിൽ നിന്നും, ഇൻഫീരിയർ വീനക്കാവ ഹാർട്ടിന് ലോവർ ആയിരിക്കുന്ന ബോഡി പാർട്സിൽ നിന്നും ബ്ലഡിനെ ക്യാരി ചെയ്യും. എന്നിട്ട് റൈറ്റ് ഓറിക്കിള് ഇംപ്യൂർ ബ്ലഡിനെ റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് ട്രൈകസ്പിഡ് വാൽവ് എന്നായിരിക്കും, ഇതിന്റെ ഓറിക്കിളിനും വെൻട്രിക്കിളിനും ഇടയ്ക്കായിട്ട് വരുന്നതാണ് ട്രൈകസ്പിഡ് വാൽവ്. റൈറ്റ് ഓറിക്കിളിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കായിട്ട് വരുന്നതാണ് ട്രൈകസ്പിഡ് വാൽവ്. എന്നിട്ട് ഇത് എന്നാ എടുക്കും, ഇത് ഓപ്പൺ ആകുന്ന ടൈമിൽ ബ്ലഡ് എന്നാ എടുക്കും, റൈറ്റ് ഓറിക്കിളിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് പോവും. ഇനി ഈ വെൻട്രിക്കിളിന്റെ അടുത്ത കൺട്രാക്ഷന്റെ സമയത്ത് പൾമുനറി ആർട്ടറിന്ന് ലങ്സിലോട്ട് ബ്ലഡ് എന്നാ എടുക്കും, പ്യൂരിഫിക്കേഷൻ ആയിട്ട് പോവും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമുനറി ആർട്ടറി പ്യൂരിഫിക്കേഷൻ ആയിട്ട് ലെൻസിലോട്ട് കൊണ്ടുപോകും. ലെൻസിൽ പോയിട്ട് ഇത് പ്യൂരിഫൈ ചെയ്യും. പ്യൂരിഫൈ ചെയ്തിട്ട് എന്നാ എടുക്കും, പൾമുനറി വെയിന് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരും അല്ലെ, ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരും. പ്യൂരിഫൈഡ് ആവും. പ്യൂരിഫൈഡ് ആയിട്ട് ബ്ലഡ് ആണ് പൾമുനറി വെയിനിലോട്ട് വരുന്നത്. പൾമുനറി വെയിൻ വഴി ലെഫ്റ്റ് ഏർട്ടിയത്തിലോട്ട് വരും. ഈ ലെഫ്റ്റ് ഏർട്ടിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് ബൈകാസ്പിഡ് വാൽവ് ഉണ്ട്. ഇത് അടുത്ത കൺട്രാക്ഷൻ ഇത് ഓപ്പൺ ആകുന്ന ടൈമിൽ തന്നെ എടുക്കും, ഈ ബ്ലഡ് ലൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോവും. എന്നിട്ട് അവിടെ എന്നെ എടുക്കും, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഒരു മിനിറ്റ്, റൈറ്റ് അല്ല ലെഫ്റ്റ് ഏട്രിയത്തിലായിരുന്നു നിൽക്കുന്നത്. ഇതിപ്പോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ലൈറ്റ് ഏട്രിയം ഉണ്ട്, ഇങ്ങനെ 4 ചാമ്പറായിട്ട് എടുത്തോ. റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ഇത് ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ആദ്യമേ എന്നാ എടുക്കും, ഇവിടെ ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും ഉണ്ട്. രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ വാൽവ് ഇവിടെ ഓപ്പൺ ആകുന്ന ടൈമിൽ ഇവിടെ ഓപ്പൺ ആകുന്ന ടൈമിൽ എന്നാ എടുക്കും, ഈ ബ്ലഡ് എങ്ങോട്ട് പോകും, ഈ ബ്ലഡ് വാൽവ് ഇവിടെ ഓപ്പൺ ആവും. അപ്പൊ ഈ ബ്ലഡ് ഇങ്ങോട്ട് വരും. ഇവിടെ എന്നിട്ട് എന്നാ എടുക്കും, ഇവിടെ നിന്ന് ആരിത് കൊണ്ടുപോകും, പൾമുനറി ആർട്ടറി ഉണ്ട്. പൾമുനറി ആർട്ടറി ഇതിനെ ക്യാരി ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും, ഈ പൾമുനറി ആർട്ടറി വഴി ഇത് ലങ്സിലോട്ട് വരും. എന്നിട്ട് ഇത് ലങ്സിൽ നിന്ന് എന്നാ എടുക്കും, പ്യൂരിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പൾമുനറി വെയിൻ എന്നാ എടുക്കും, ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഇവിടുന്ന് ബൈകാസ്പിഡ് വാൽവ് വരും. ഇത് ഓപ്പൺ ആകുന്ന ടൈമിൽ എന്നാ എടുക്കും, ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോവും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്നാ എടുക്കും, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ അയോട്ട എന്നാ എടുക്കും, അയോട്ട ബോഡി പാർട്സിലോട്ട് കൊണ്ടുപോകും. ഇതായിരിക്കും നടക്കുന്നത്. ഇവിടെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡും ഇവിടെ ഇംപ്യൂർ ബ്ലഡും ആയിരിക്കും വരുന്നത്. ഇതിങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പം ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് എന്നായിരിക്കും, ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും കൂടെ ചേർന്നിട്ടായിരിക്കും വരുന്നത്. കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് സിസ്റ്റോളും ഡയസ്റ്റോളും കൂടെ ചേർന്നിട്ടായിരിക്കും വരുന്നത്. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും, കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് പമ്പിങ് ചുരുങ്ങുന്ന, അപ്പൊ എന്നാ എടുക്കും, ബ്ലഡ് ഫില്ലായിട്ടിരിക്കും. അത് ചുരുങ്ങുമ്പോൾ എന്നാ എടുക്കും, അതിനകത്തൂടെ പമ്പിങ് നടക്കും, അടുത്ത് ഇതിലോട്ട് പോവും. ഓക്കെ, പമ്പിങ് നടക്കുമായിരിക്കും ചെയ്യുന്നത്. അതിനെ നമ്മൾ ഏതായിരിക്കും, കൺട്രാക്ഷന്റെ സമയത്ത് വരുന്നതിനെ, പമ്പിങ് നടക്കുന്ന ആ ടൈമിലുള്ളതിനെ സിസ്റ്റോൾ എന്ന് വിളിക്കും. ഓക്കെ, മറ്റേതിനെ എന്നായിരിക്കും, ഡയസ്റ്റോൾ എന്ന് പറയും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും ഒരു കാർഡിയാക് സൈക്കിൾ വരുന്നത്. കാർഡിയാക് സൈക്കിൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയും. നോർമൽ ബ്ലഡ് പ്രഷർ ഉണ്ടല്ലോ, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 120/80 mmHg ആണ് വരുന്നത്. ഇത് 120 എന്ന് പറയുന്നത് എന്നായിരിക്കും, സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്ന ഡയസ്റ്റോളിക് പ്രഷറും ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോരുത്തരുടെ ഹാർട്ടിന്റെ ചേമ്പേഴ്സ്. അതായത് ഫിഷിന് 2 ചേമ്പറാണ് വരുന്നത്, ആംഫീബിയ 3 എണ്ണം വരും, റെപ്റ്റൈൽസ് 3 എണ്ണമാണ്, എക്സെപ്ഷൻ ഉണ്ട്, ക്രൊക്കോഡൈലിന് 4 എണ്ണം വരും. ബേർഡ്സിന് 4 എണ്ണമായിരിക്കും വരുന്നത്, മാമൽസിന് 4 എണ്ണമാണ് വരുന്നത്, കോക്രോച്ചിന് എത്ര എണ്ണം വരും, 13 എണ്ണം ഉണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഈ സെഷൻ തീരും, ഞാൻ അടുത്ത ലിങ്ക് ഇടാവേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ 2 ചാമ്പേർഡ് ഹാർട്ട്? ആർക്കാ